أعوذ بالله من الشيطان الرجيم ولما برزوا لجالوت وجنودي قالوا ربنا أفرغ علينا صبرا وثبت أقدامنا وانصرنا على القوم الكافرين. ഏറെ പ്രേം നിറഞ്ഞവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബനൂ ഇസ്രായേൽ സമൂഹത്തിൻ്റെ ചരിത്രമാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ പറഞ്ഞത്. ബനൂ ഇസ്രായേൽ സമൂഹം മൂസാ നബി അലൈഹിസ്സലാമക്ക് ശേഷം യൂഷ നബി നൂൻ അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ കാലത്ത് ഫലസ്തീനിലേക്ക് പ്രവേശിക്കുകയാണ്. ആ സമയത്ത് ഫലസ്തീനിൽ പല വിഭാഗങ്ങളായ ആളുകളുണ്ടായിരുന്നു. ഒരുപാട് വിഭാഗങ്ങൾ താമസിച്ചിരുന്നു. അവർ വിഗ്രഹാരാധകരായിരുന്നു. ഒരുപാട് വിഗ്രഹങ്ങളെ പൂജിച്ച ആളുകളായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഏൽ എന്ന് പറയുന്ന ഒരു വിഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇഷീറ എന്ന് പറയുന്ന മറ്റൊരു ദേവത ഉണ്ടായിരുന്നു. അവരുടെ അതിൻ്റെ കീഴിൽ കുറേ മറ്റു ദൈവങ്ങളുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ദൈവമാണ് ബഅൽ എന്ന് പറയുന്നത്. ഈ ബഅൽ എന്ന് പറയുന്നതിനെയാണ് അവർ കാര്യമായിട്ട് ആരാധിച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനെ പലതരം ദേവന്മാർ, ദേവതമാർ, വിഗ്രഹങ്ങൾ ഒക്കെ പൂജിക്കുന്ന ആളുകളാണ്. അപ്പോൾ ശരിക്കും ഈ ബനൂ ഇസ്രായേലിന് മൂസാ നബി അലൈഹിസ്സലാം ഏൽപ്പിച്ച പണി ആ സമൂഹത്തെ ഏകദൈവ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരണം. അവിടെ അക്രമികളായ ആളുകളുടെ അക്രമത്തെ അവസാനിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. പക്ഷേ ബനൂ ഇസ്രായേൽ സമൂഹം അവിടെ പ്രവേശിച്ച് ആ ദൗത്യമൊന്നും നിർവഹിച്ചില്ല എന്ന് മാത്രമല്ല, അവരിങ്ങനെ ഭിന്നിക്കുക ചെയ്തത്. അവർ ഭിന്നിച്ച് അവിടെയും ഇവിടെയൊക്കെ പോയി താമസിക്കാൻ തുടങ്ങി. ഓരോരോ ചെറിയ ചെറിയ വിഭാഗങ്ങളായിട്ട് താമസിക്കാൻ തുടങ്ങി. താമസിക്കാമെന്ന് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ ആ കൾച്ചറും സംസ്കാരവും ഒക്കെ പതിയെ പതിയെ ഇവരിലേക്കും വരാൻ തുടങ്ങി. ഈ വിഗ്രഹാരാധന അവരെ സ്വാധീനിച്ചു. അത്തരം ശിർക്ക്പരമായ കാര്യങ്ങളിലേക്ക് പോയി, തെറ്റായ വിശ്വാസങ്ങളിലേക്ക് പോയി. അങ്ങനെ അവരെ നന്നാക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഓരോ നബിമാരെയൊക്കെ ഓരോ സമയത്ത് അയച്ചുകൊണ്ടിരുന്നു. ഈ ബനൂ ഇസ്രായേൽ സമൂഹത്തിലേക്ക് ഒരുപാട് നബിമാർ വന്നിട്ടുണ്ട്. ഈ നബിമാരെ പലരെയും അവർ ധിക്കരിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ പറയുന്ന നബിമാരൊക്കെ വന്നിട്ട് ഇവരെ പല രൂപത്തിൽ നന്നാക്കാൻ നോക്കും. പക്ഷേ അവരിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. ഒടുവിൽ ഈ പറയുന്ന വിഗ്രഹാരാധകരായ ആളുകൾ ഈ ബനൂ ഇസ്രായേൽ സമൂഹത്തെ ഒറ്റപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അവർ പലയിടത്തും താമസിക്കുന്നിടന്നൊക്കെ അവിടെ ആട്ടിപ്പുറത്താക്കി അവരെ മൊത്തം ആ രാജ്യത്തിൻ്റെ ഏതോ ഒരു മൂലയിലേക്ക് കൊണ്ടുപോയി. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത്, നമ്മളിങ്ങനെ നിന്നാൽ ശരിയാവില്ല, നമുക്ക് ഇവിടുത്തെ അക്രമികളെ പരാജയപ്പെടുത്തേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് അവരിലേക്ക് ആ സമയത്തുണ്ടായിരുന്ന നബിയോട് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് നല്ല ഒരു രാജാവിനെ തരണം, ഒരു യോദ്ധാവിനെ തരണം, ഞങ്ങൾക്ക് യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിക്കണം എന്ന് തീരുമാനിച്ചു. അങ്ങനെ അവർ നബിയോട് പറഞ്ഞു, ഞങ്ങൾക്കൊരാളെ വേണം. അങ്ങനെ അവർക്കൊരു നേതാവിനെ നൽകുകയാണ്, ഒരു രാജാവിനെ നൽകുകയാണ്. താലൂത്ത് എന്ന് പറഞ്ഞ ഒരു രാജാവിനെ നൽകുകയാണ്. അപ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട്, അന്നാ യക്കൂനു ലഹുൽ മുൽക്കു അലൈന വനഹ്നു അഹക്കു ബിൽ മുൽക്കി മിൻ. അപ്പോൾ താലൂത്ത് എന്ന് പറഞ്ഞാൽ ആ സമൂഹത്തിലെ അത്യാവശ്യം അറിവൊക്കെ ഉള്ള ഒരാളാണ്. പക്ഷേ ഇവർ നബിയോട് ചോദിക്കുകയാണ്, ഈ താലൂത്തിന് എന്തിനാണ് ഞങ്ങളുടെ രാജാവാക്കിയത്? താലൂത്തിന് അങ്ങനെ വലിയ സമ്പത്തൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇവരെ വിചാരം നല്ല സമ്പത്തൊക്കെ ഉള്ള അങ്ങനെയൊക്കെയുള്ള ആളുകളെയാണ് നേതാവേണ്ടതെന്നാണ്. അപ്പോൾ അതിനെ അള്ളാഹു തിരുത്തുകയാണ്. അള്ളാഹു തിരുത്തുന്നത് എങ്ങനെയാണ്? അള്ളാഹു സുബ്ഹാനഹു തആല ഇന്നല്ലാഹു ഇസ്തഫാക്കും, നിങ്ങൾക്ക് അദ്ദേഹത്തെ നേതാവായി തിരഞ്ഞെടുത്തി തന്നിരിക്കുന്നു. സാദഹു ബസ്തത്തും ഫിൽ ഇൽമി വൽ ജിസ്ം. 2 യോഗ്യതകളാണ് രാജാവാകാൻ അള്ള പറയുന്നത്. ഒന്ന്, അദ്ദേഹത്തിന് നല്ല അറിവുണ്ട്, നല്ല ആരോഗ്യവുമുണ്ട്. നല്ല ആരോഗ്യവും അറിവുള്ള ആളാണ്. പിന്നെ മാത്രമല്ല, അദ്ദേഹത്തിന് നിങ്ങളുടെ മേൽ രാജാവാനുള്ള യോഗ്യത ഒന്നുകൂടി തെളിയിച്ചു കൊടുക്കുകയാണ്. അതെന്താണ്? അദ്ദേഹത്തിൻ്റെ ശക്തിയെ തെളിയിച്ചു കൊടുക്കുന്നൊരു സംഭവം ഉണ്ടാവുകയാണ്. ഈ ബനൂ ഇസ്രായേൽ സമൂഹത്തിൻ്റെ കയ്യിലൊരു പെട്ടി ഉണ്ടായിരുന്നു, താബൂത്ത് എന്ന് പറയുന്ന ഒരു പെട്ടി ഉണ്ടായിരുന്നു. ആ താബൂത്ത് എന്ന പെട്ടിയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നത്? മൂസാ നബിയുടെ വടി, തൗറാത്തിൻ്റെ ഒരു കോപ്പി, അതുപോലെ തന്നെ ഈ മന്ന സൽവൊക്കെ അവർക്ക് ഇറക്കി കൊടുത്തല്ലോ, അതിലെ കുറച്ച് ഭാഗം. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ വിശിഷ്ടമായ പല കാര്യങ്ങളും, ഏടുകൾ ഒക്കെ സൂക്ഷിച്ച ഒരു പെട്ടിയായിരുന്നു. അത് ഇവരെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരുന്നു. അത് ഈ പറയുന്ന ഐക്യമില്ലായ്മ കൊണ്ടൊക്കെ അവരിൽ നിന്ന് മറ്റുള്ളവർ അപഹരിച്ചു കൊണ്ടുപോയതാണ്. അപ്പോൾ എന്ത് ചെയ്തു? ഈ താലൂത്ത് എന്ത് ചെയ്യും? നിങ്ങൾക്ക് ആ പെട്ടി വീണ്ടെടുത്ത് തരുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ആദ്യം താലൂത്ത് ചെയ്യുന്നത് നഷ്ടപ്പെട്ട ആ താബൂത്ത് ഇവർക്ക് തിരിച്ചു എത്തിക്കുകയാണ്. അങ്ങനെ അവരെല്ലാവരും താലൂത്തിനെ രാജാവായി അംഗീകരിച്ചു. എന്നിട്ട് യുദ്ധത്തിന് വേണ്ടി അവരൊരുങ്ങി. അങ്ങനെ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ താലൂത്ത് അവരെ പരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു, എത്ര ആളുകളാണ്
അതിൽ നല്ല ക്ഷമയുള്ള, സ്ഥൈര്യമുള്ള, ധൈര്യമുള്ള, പറഞ്ഞാൽ കേൾക്കുന്ന ആളുകളുള്ളതെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പരീക്ഷണമൊക്കെ നടത്തുന്നുണ്ട്. അദ്ദേഹം പോകുമ്പോൾ അവരോട് പറഞ്ഞു, പോകുന്ന വഴിയിൽ ഒരു അരുവി ഉണ്ടാകും, നല്ല ശുദ്ധമായ വെള്ളമൊഴുകുന്ന അരുവിയാണ്. ആ ഒരു അരുവിയിൽ നിന്ന് നിങ്ങൾ വെള്ളം കുടിക്കരുത്, നിങ്ങൾ വെള്ളം കുടിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു പരീക്ഷണമായിരുന്നു. പക്ഷേ ആ അരുവിയുടെ അടുത്തെത്തിയപ്പോഴേക്ക് ഇവർ ബനൂ ഇസ്രായേൽ സമൂഹമല്ലേ, അവർ പലപ്പോഴും ഇത്തരം പലതരത്തിലുള്ള അനുസരണക്കേട് കാണിച്ച ആളുകളാണ്. അവരിൽ ഒരുപാട് ആളുകൾ ആ വെള്ളം കുടിക്കുകയാണ്. ഒരുപാട് ആളുകൾ രാജാവ് പറഞ്ഞത് അനുസരിക്കാതെ വെള്ളം കുടിച്ചു. അപ്പോൾ രാജാവിന് മനസ്സിലായി എൻ്റെ കൂടെ നിൽക്കുന്നത് ആരായിരിക്കും, വളരെ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ, പക്ഷെ അവർ നല്ല സ്വബറുള്ള, ശക്തിയുള്ള ആളുകളായിരിക്കും. അതിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ ജാലൂത്ത് എന്ന് പറഞ്ഞ ഒരു നേതാവിനെയായിരുന്നു, അപ്പുറത്തുള്ള ശത്രു സൈന്യത്തെ നയിച്ചിരുന്നത് ജാലൂത്ത് എന്ന് പറഞ്ഞ ഒരാളാണ്, അതിശക്തനായ ആളാണ്. കണ്ടപ്പോൾ തന്നെ കുറേ ആളുകൾ പറഞ്ഞു, ഈ സൈന്യത്തിലുള്ള താലൂത്തിൻ്റെ സൈന്യത്തിലുള്ള ബനൂ ഇസ്രായേൽ സമൂഹത്തിലുള്ള ആളുകൾ പലരും പറഞ്ഞു, ഞങ്ങൾക്കിന്ന് യുദ്ധം ചെയ്യാനുള്ള ശേഷിയില്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുന്നുണ്ട്. പക്ഷേ അതിൽ നല്ല ഈമാനുള്ള, കരുത്തുള്ള ആളുകളുണ്ടായിരുന്നു. അവർ പറഞ്ഞു, അവർ അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവേ ഞങ്ങൾക്ക് നീ ശക്തി നൽകണേ, ഞങ്ങൾക്ക് നീ കരുത്ത് നൽകണമേ എന്ന് പറഞ്ഞിട്ട് അവർ പ്രാർത്ഥിച്ചിട്ട് നിലകൊള്ളുക. അങ്ങനെ യുദ്ധം ആരംഭിച്ചു. യുദ്ധത്തിൽ ഘോരമായ പോരാട്ടം നടക്കുകയാണ്. ഈ ബനൂ ഇസ്രായേൽ സമൂഹത്തിൽ, സൈന്യത്തിൽ ഒരു ചെറുപ്പക്കാരുണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരൻ്റെ പേര് ദാവൂദ് എന്നായിരുന്നു. ഈ ദാവൂദ്, അദ്ദേഹം വളരെ ധീരനായൊരു ചെറുപ്പക്കാരനാണ്. ദാവൂദ് ജാലൂത്തിനെ ലക്ഷ്യം വെച്ച് ആക്രമിക്കുകയും അങ്ങനെ ശത്രു സൈന്യത്തിൻ്റെ സൈന്യാധിപനായ നേതാവായ ജാലൂത്തിനെ കൊന്നുകളയുകയും ചെയ്തു. ദാവൂദ് വധിച്ചു കളയുകയും ചെയ്തു. അതോടുകൂടി ആ യുദ്ധത്തിൽ ബനൂ ഇസ്രായേൽ വിജയിക്കുകയാണ്. അങ്ങനെ പുതിയൊരു ഹീറോ ബനൂ ഇസ്രായേൽ രൂപപ്പെടുകയാണ്. അതാണ് ദാവൂദ് എന്ന് പറയുന്നത്. ഈ ദാവൂദിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നബിയാക്കി മാറ്റുകയാണ്. അദ്ദേഹത്തെ പ്രവാചകനാക്കി. അങ്ങനെ ദാവൂദ് നബി അലൈഹിസ്സലാം പിന്നീട് ബനൂ ഇസ്രായേലിൻ്റെ നബിയും നേതാവുമായി തീർന്നു. അദ്ദേഹത്തിന് ഭരണാധികാരം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി. അദ്ദേഹത്തിന് ആ നാട്ടിൻ്റെ അധികാരവും നൽകി. അങ്ങനെ ദാവൂദ് നബി അലൈഹിസ്സലാമയിലൂടെ ബനൂ ഇസ്രായേൽ സമൂഹത്തിന് നഷ്ടപ്പെട്ട എല്ലാ അർത്ഥത്തിലുള്ള കാര്യങ്ങളും പ്രതാപങ്ങളും വീണ്ടെടുക്കുകയും അങ്ങനെ വലിയൊരു ശക്തമായ ഒരു സമൂഹമായി ദാവൂദ് നബി അലൈഹിസ്സലാമയുടെ കാലത്ത് മുന്നോട്ട് പോവുകയാണ്. ദാവൂദ് നബി അലൈഹിസ്സലാമയുടെ ഒരു മകൻ ആണ് സുലൈമാൻ നബി അലൈഹിസ്സലാം. ദാവൂദ് നബിയുടെയും സുലൈമാൻ നബിയുടെയും ചരിത്രത്തിലൂടെയും കഥയിലൂടെയുമാണ് പിന്നീട് ബനൂ ഇസ്രായേൽ സമൂഹത്തിൻ്റെ യാത്ര ആരംഭിക്കുന്നത്. ഇൻഷാ അല്ലാഹ് വരുന്ന എപ്പിസോഡുകളിൽ അതിനെക്കുറിച്ച് കൂടി സംസാരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.